എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയൊരു കഥയുമായി വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ കഥകൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും പുതിയ തരത്തിലുള്ള കഥകളുമായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് എൻ്റെ കഥകളെല്ലാം ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ കഥകൾ കേട്ട് ആസ്വദിക്കണേ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുന്നു. വേഗം തന്നെ നമുക്കെന്നാ കഥയിലേക്ക് കടന്നാലോ? പുറത്ത് കൂട്ടുകാരോട് കൂടി ഒന്ന് ചുറ്റിത്തിരിഞ്ഞു വന്ന് വീട്ടിൽ കയറിയപ്പോൾ 2 വിദേശ വനിതകൾ ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടു. എന്നെ കണ്ട് അവരൊന്ന് ചിരിച്ചു. ഞാനും ഗസ്റ്റ് വല്ലോ ആയിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. അപ്പോഴാണ് ഡാഡി റൂമിൽ നിന്ന് വന്നത്. രാഹുൽ, ഇനി മുതൽ ഇതാണ് നിന്റെ മമ്മിയും സിസ്റ്ററും. ഞാനൊന്ന് ഞെട്ടി ഡാഡിയെ നോക്കി. മോനെ, എത്ര കാലമെന്ന് വെച്ചാ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക? വയസ്സാകുമ്പോൾ എനിക്ക് ഒരു കൂട്ട് വേണ്ടേ? ഡാഡി പറഞ്ഞു. ഞാനൊന്ന് മൂളി. അത് കേട്ട് ഞാൻ ആകെ ഇല്ലാതെയായി എന്ന് വേണം പറയാൻ. എൻ്റെ സ്വന്തം അമ്മ മരിച്ചിട്ടിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും ഡാഡി വേറെ പെണ്ണിനെ കൊണ്ട് വന്നേക്കുന്നു. എനിക്ക് ഡാഡിയെ അനുസരിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ. പിന്നെ ഡാഡിക്കും വേണ്ടേ ഒരു കൂട്ട് എന്ന് എനിക്കും തോന്നി. എനിക്കാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞു. ഡാഡി ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഇത് നിന്റെ മമ്മി ലക്സി. ഞാൻ അവരെ നോക്കി ഒന്നുകൂടെ ഒന്ന് ചിരിച്ചു. ഇത് ലക്സിയുടെ മകൾ അബെല്ല. ഇന്നു മുതൽ നിന്റെ സിസ്റ്ററാണ്. അവരുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞതാ. അവരുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റെപ്പ് മമ്മും സ്റ്റെപ്പ് സിസ്റ്ററും. അവർ എന്നെ ചിരിച്ച മുഖത്തോടെ നോക്കി. ലക്സിയുടെ മുൻ ഭർത്താവിന്റെ മകളാണ് അബെല്ല. അയാൾ മരിച്ചു 1-2 വർഷമാവുന്നു. അവർ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് താമസിച്ചിരുന്നത്. ഇത് എൻ്റെ മകൻ രാഹുൽ. ഇനി ലക്സിയുടെ മകനും അബെല്ലയുടെ ബ്രദറുമായി കാണണം. മമ്മിയുടെയും സിസ്റ്ററിൻ്റെയും സംസാരം വളരെ വ്യക്തമായി തന്നെ ഞാൻ പറയാം. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടേ ഡാഡി? ഞങ്ങളില്ലേ ഇനി? അതൊക്കെ ഞങ്ങൾ നല്ലോണം നോക്കിക്കോളാം. അങ്ങനെ വേണം ഇനി മുതൽ, ഡാഡി പറഞ്ഞു. അമ്മ മരിച്ചതിന് ശേഷം വീട്ടിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല. ആകെ ഒന്നിനും ഒരു ചിട്ടയില്ലാതെയായി. ഒരു പെണ്ണിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് ഇത്രയും വേഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവർ 2 പേരും എൻ്റെ അടുത്ത് വന്ന് മാറി മാറി എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നെ അഭിവാദ്യം ചെയ്തു. മമ്മി എണീറ്റ് വന്നപ്പോഴാണ് ഞാൻ അവരുടെ വേഷം ശരിക്കും കണ്ടത്. വിദേശ വനിതകളുടെ നിറത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മദാമ്മമാരുടെ. ഇനി മമ്മിയെക്കുറിച്ച് പറയാം. തോൾ വരെ ഇറക്കമുള്ള മുടി, നല്ല ചുവന്ന് തൊടുത്ത ചുണ്ടുകളാണ്. കണ്ടാൽ ലിപ്സ്റ്റിക്കുണ്ടെന്ന് തോന്നും. മുടിയിൽ ഇടയിലായി കുറച്ച് വെള്ളമുടിയുമുണ്ട്. പുള്ളി ഒരു സ്ലീവ്ലെസ് ബനിയനും സ്കേർട്ടുമാണ് വേഷം. അബെല്ലയുടെ മുടിയാണെങ്കിൽ ബോയ് കട്ട് ചെയ്തേക്കുന്നു. അതാണെങ്കിൽ ഫുൾ ബ്ലാക്ക് നിറമാണ്. അവൾ ഒരു ബനിയനും ഷോർട്ട്സുമാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ശരീരങ്ങളാണ് അവർക്ക്. ഡാഡി നല്ല വെളുത്തിട്ടാണെങ്കിലും ഞാൻ അമ്മയെപ്പോലെ ഇരുനിറമാണ്. പക്ഷേ ജിം ട്രെയിനറായി പോകുന്നത് കൊണ്ട് നല്ല മസിലൊക്കെയാണ്. ഞങ്ങൾക്ക് കോവളത്ത് ഒരു റിസോർട്ട് സ്വന്തമായി ഉണ്ട്. ബീച്ചിന് തൊട്ടടുത്താണത്. അവിടെ തന്നെയാണ് താമസവും. ഞങ്ങളുടെ റിസോർട്ടിൽ വിദേശികളെ മാത്രം താമസിപ്പിക്കാറുള്ളൂ. അങ്ങനെ വന്ന് പരിചയപ്പെട്ടതാണ് ഡാഡി ലക്സിയെ. ഇപ്പോൾ അത് ലിവിങ് ടുഗദറായി നിൽക്കുന്നു. കോവളമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതുപോലുള്ള പെണ്ണുങ്ങളെ കാണുന്നത് ഇവിടെ ഒരു പുത്തിരിയല്ല. മമ്മിയും അബെല്ലയും വീട്ടിലിടുന്ന വേഷങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. മമ്മി സാധാരണ ബനിയനും സ്കേർട്ടുമാണ് വേഷം. പിന്നെ കൂടുതലും ഗൗൺ പോലെയുള്ള വേഷങ്ങളാണ്.
അങ്ങനെ ഒരാഴ്ച കൊണ്ട് അവർ രണ്ടുപേരും വീടിനോട് ഇണങ്ങി. എന്നാലും ഞാൻ അധികം അവരോട് അടുപ്പം കാണിക്കാറില്ലായിരുന്നു. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. മമ്മിയും ഡാഡിയും ഒരു റൂമിലും അബെല്ല വേറൊരു റൂമിലുമാണ് കിടപ്പ്. ഞാനാണെങ്കിൽ മുകളിലെ മുറിയിലാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മുറിയിൽ കുളിക്കാൻ വെള്ളം വരാതെ ആയപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡിയോട് മുറിയിൽ കുളിച്ചോളെന്നെ പറഞ്ഞു. വൈകിട്ട് കുളിച്ചു കഴിഞ്ഞ് വന്ന ഒരു കുളിയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഡാഡിയുടെ മുറി അടച്ചിട്ടില്ല. മമ്മിയെയും അബല്ലയെയും വിളിച്ചുവെങ്കിൽ കാണാനുമില്ല. ആ റൂമിൽ കയറി ഞാൻ കുളിക്കാനുള്ള പുറപ്പാടിലായി. ബാത്റൂം ഡോറിന്റെ ഹാൻഡിൽ പിടിക്കാൻ നോക്കിയതും അത് പിറകിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആ വാതിൽ തുറന്ന് മമ്മി പുറത്തേക്ക് വരുന്നത് കണ്ടു. ആ നേരത്ത് മമ്മിയെ കണ്ട് ഞാനൊന്ന് അതിശയിച്ചു. എന്നെ കണ്ടത് മമ്മി ഒന്ന് ഞെട്ടി വിറച്ചു. എന്നിട്ട് വേഗം ടവലെടുത്തു. ഓ രാഹുൽ, ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് ഒരു ടവലെടുത്ത് മമ്മി പുറത്തേക്ക് വന്നു. സോറി മമ്മി, ഞാൻ അറിഞ്ഞില്ല മമ്മി കുളിക്കുമായിരുന്നെന്ന്. സാരമല്ല ഡിയർ, അറിയാതെയല്ലേ. എന്താ വന്നേ? കുളിക്കാൻ. ആ, നിന്റെ റൂമിൽ വെള്ളമില്ല അല്ലേ? അതെ. എന്നാ ഞാൻ കുളിച്ചോ? ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ മമ്മി പോകുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം ഊരി അത് അഴയിലിടാൻ നോക്കിയപ്പോൾ അവിടെ മമ്മിയുടെ ഡ്രസ്സുകളായിരുന്നു. കണ്ടാൽ കൗതുകം തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു അതെല്ലാം. അല്പം കഴിഞ്ഞ് മമ്മി വിളിച്ചു. രാഹുൽ. വിളി കേട്ടതും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ മമ്മി ഡോർ ഒന്ന് തുറന്നു. മമ്മി നോക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിക്കും കണ്ടു. ഓ സോറി മോനെ. എന്താ മമ്മി? ഞാനൊന്ന് വിയർത്ത് തുടങ്ങിയിരുന്നു. പേടിക്കണ്ട, എൻ്റെ ഇന്നേഴ്സ് എടുക്കാൻ മറന്നു അതാ. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ മറന്നു അതാ. ഞാനത് രണ്ടും എടുത്തു കൊടുത്തു. സാരമില്ലടാ, ഇതൊക്കെ നാച്ചുറലാ. മമ്മി അത് പിന്നെ ഇതെടുത്തത് അത്രയും നാച്ചുറൽ അല്ല. അതും പറഞ്ഞ് മമ്മി പൊട്ടിച്ചിരിച്ചു. വേഗം പരിപാടി തീർത്ത് കുളിക്കാൻ നോക്ക്. സോറി മമ്മി. മമ്മി എന്ത് തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം വാതിലടച്ചു. ഓഹ്, പിടിക്കപ്പെട്ടു. ഡാഡിയോട് എങ്ങാനും പറയുമോ എന്നായിരുന്നു എൻ്റെ പേടി. ഞാൻ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മമ്മി ബനിയനും സ്കേർട്ടും ഇട്ട് ഇരിക്കുന്നുണ്ട്. എന്നെ കണ്ടതും ഒന്ന് സൂക്ഷിച്ചു നോക്കി. മമ്മി സോറി, ഡാഡിയോട് പറയരുത്. ഇല്ല മോനെ, ഇതൊക്കെ നിന്റെ പ്രായത്തിൽ സ്വാഭാവികമാണ്. അതൊന്നും സാരമില്ല. താങ്ക്സ് മമ്മി. ആദ്യം നിന്നെ ഞങ്ങളോടുള്ള അകൽച്ച മാറ്റണം എങ്കിൽ ഞാൻ പറയില്ല. അത് പിന്നെ ശരി പൊക്കോ. അതൊന്നും കുഴപ്പമില്ല. ഇപ്രായത്തിൽ അങ്ങനൊക്കെ വേണം. അല്ലേ വേലിയുണ്ടോ മമ്മി? വല്ലപ്പോഴും മതി കേട്ടോ, അഡിക്റ്റ് ആകരുത്. എന്നും ബാത്റൂമിലാണ് പരിപാടി. ഒന്ന് പോവാം മമ്മി. ആ പറയട ചക്ക. കിടക്കുമ്പോൾ ശരി. എനിക്കും ആശ്വാസമായി. ഞാൻ അങ്ങനെ പുറത്തിറങ്ങി. ആ സമയം അവെല്ലാം വന്നിരുന്നു. അവളുടെ മുഖത്ത് എന്തോ വിഷമം പോലെയുണ്ട്. സിസ്, എന്ത് പറ്റി? അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? നീ നിന്റെ കാര്യം നോക്ക്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇവൻ നിന്റെ ബ്രദർ അല്ലേ? ബ്രദറല്ല, ബ്രദർ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ കാര്യം പറ. മമ്മി എന്താ ബീച്ചിൽ നിൽക്കുമ്പോൾ കുറച്ച് ലോക്കൽസിനെ കളിയാക്കി. അതെന്താ പറ്റിയേ? അവർ എന്നെ നോക്കി പറയാ എൻ്റെ റേറ്റ് എത്രയാണെന്ന്. ആഹാ, നീ ഒന്ന് കേൾക്കാൻ നിൽക്കണ്ട. കുറച്ച് ദിവസമായി മമ്മി അവർ തുടങ്ങിയിട്ട്. ഒരു ദിവസം അതിലൊരുത്തൻ എന്നെ ഒന്ന് തട്ടി. ആണോ? എന്നാ അതങ്ങ് വെറുതെ വിട്ടാൻ പറ്റില്ല. എന്നിലെ സഹോദരൻ അപ്പോൾ ഉണർന്നിരുന്നു. ചേച്ചി, ഞാനത് ശരിയാക്കി തരാം. മോനെ വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നമ്മളിവിടെ സമയം നോക്കി നടത്തുന്നതാണ്. മമ്മി, ഞാനിവിടെ ജനിച്ചു വളർന്നില്ല. അവരങ്ങനെ വിട്ടാൽ പിന്നെ ഉപദ്രവിക്കും. ഡാഡിയോട് പറയാം മമ്മി. അതല്ല പറഞ്ഞു. ഡാഡി യൂറോപ്പിൽ പോയേക്കാം മോളെ. അപ്പോഴാണ് ഡാഡി പോയ വിവരം ഞാൻ അറിഞ്ഞത്. മമ്മി, ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. ചേച്ചി, അവരിപ്പോൾ എവിടെ നിൽക്കുന്നത്? അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നു. ഞാൻ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി അവരെ തപ്പി. കുറച്ചു നേരം ഞാൻ കൂട്ടുകാരെയും കൊണ്ട് തപ്പിയപ്പോൾ അവരെ കിട്ടി. വരത്തന്മാരായിരുന്നു. പിടിച്ചു നല്ലോണം അങ്ങ് കൊടുത്തു. ഒന്ന് അടിച്ചു പൊളിക്കാൻ വന്നവരായിരുന്നു. അത് ഞങ്ങളങ്ങ് തീർത്തു. പിന്നെ അബല്ലയെ ഫോൺ വിളിച്ചു വരാൻ പറഞ്ഞു. അവൾ എത്തിയപ്പോൾ അവളോട് അവർ സോറി പറയുന്നു. അതൊക്കെ കേട്ടിട്ട് അവൾക്ക് നല്ല സന്തോഷമായി. അവൾ കുറേ താങ്ക്സ് പറഞ്ഞു. അങ്ങനെ അവളോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു. മമ്മി, രാഹുൽ ആള് നമ്മൾ വിചാരിച്ച പോലെയല്ല. അതെന്താ മോളെ? ആ മമ്മിയുടെ കാര്യമെല്ലാം പറഞ്ഞു. ഓ ഭാഗ്യം, ഇത്ര പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചല്ലോ. രണ്ടുപേരും എന്നെ ചേർത്ത് നിർത്തി താങ്ക്സ് പറഞ്ഞു. അതിൽ പിന്നെ ഞങ്ങൾ നല്ല കൂട്ടായി. അതിനിടയിൽ ഡാഡി വന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം 4 മണിക്ക് ചായ കുടിച്ചിരുന്നപ്പോൾ മമ്മി ഒന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. ഹരി, ഒന്ന് സൺബാത്തിന് പോയാലോ? കുറച്ച് നാളായല്ലേ. ഓ, ഇന്ന് പുതിയ കസ്റ്റമേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നുണ്ട്. എനിക്ക് അവരെ പിക്ക് ചെയ്യാൻ പോകണം. ഇന്ന് തന്നെയാണോ വരുന്നേ? അതിനെന്താ, നീ രാവിലെ കുട്ടി പൊക്കോ. ഞാനില്ല ഡാഡി, എൻ്റെ ഫ്രണ്ട്സ് സിനിമയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറ്റില്ല. ആ, അത് പിന്നെയും പോകാടാ. ഇവളൊന്ന് ആഗ്രഹിച്ചല്ലേ? അതെ. രാഹുൽ, ഒന്ന് വായോ. മമ്മി ആദ്യമായാലും ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. പ്ലീസ് ഡിയർ. അങ്ങനെ ഞാൻ സമ്മതിച്ചു. എന്നാൽ ഞാനും ഉണ്ട്.
കുറച്ചു നാളായി സൽപ്പാത്തിന് പോയിട്ട് അഭിനയം പറഞ്ഞു. അന്നത്തെ പ്രശ്നം കഴിഞ്ഞതിൽ പിന്നെ ബീച്ചിൽ അവൾ പോകാറേയില്ല. എന്നാൽ ശരി, പോകാം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. റിസോർട്ടിനടുത്ത് തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അവിടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടാവൂ, പിന്നെ ചില കച്ചവടക്കാരും. അത് ഞങ്ങൾ അനുവദിച്ചാൽ മാത്രം. അവിടെ എത്തിയതും അവർ രണ്ടുപേരും സൽപ്പാത്തിനെ ഇറങ്ങി. ആ കാഴ്ച കണ്ട് ഞാൻ ഒന്ന് ഞെട്ടി. രണ്ടുപേരും നല്ല വിഷത്തിലായിരുന്നു. സത്യത്തിൽ മമ്മിയെ കണ്ടാൽ 35 വയസ്സായും പറയില്ല. ഞങ്ങളുടെ ബീച്ചിൽ വേറെയും വിദേശികൾ ഇതുപോലെ ഉണ്ടെങ്കിലും അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ മമ്മിയും സിസ്റ്ററും ആയതുകൊണ്ടാവാം അവർ ഞങ്ങളെ നോക്കി ഹായ് ഹലോ ഒക്കെ പറയുന്നുണ്ട്. രാഹുൽ, ഈ ക്രീം ഒന്ന് തേച്ച് തന്നെ. സൺലേങ്ങറിൽ കമിഴ്ന്നു കിടന്ന മമ്മി എന്റെ നേരെ ക്രീം നീട്ടി പറഞ്ഞു. ഞാൻ അത് വാങ്ങി മമ്മിയുടെ